ശ്രദ്ധിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും. പലപ്പോഴും പല നല്ല മനുഷ്യരും വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ വളരെ ശുദ്ധമായ പ്യുവർ ഇന്റൻഷനോടുകൂടി സർവർക്കും വേണ്ടി നല്ലത് ചെയ്യുക എന്ന സമ്പൂർണ്ണ ലക്ഷ്യത്തോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെയധികം എതിർപ്പുകള്, ആക്ഷേപം, നിന്ദ. ആർക്കു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ലത് അവര് തന്നെ കുറ്റപ്പെടുത്തും, നിന്ദിക്കും, അല്ലെങ്കിൽ ആക്ഷേപിക്കും. എന്തിനു നമ്മൾ വീടുകളിൽ തന്നെ നോക്കിക്കോളൂ. ഏതൊരു അച്ഛനും അമ്മയും തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്നു. 10, 20, 25 വർഷങ്ങള് അവർക്ക് വേണ്ടി തപസ്യ പോലെ തങ്ങളുടെ ശരീരവും മനസ്സും ധനവും എല്ലാം ചെയ്യുന്നു. എന്നാലും ചില കുട്ടികള്, ചില കുപുത്രന്മാര്, കുപുത്രിമാര് ചോദിക്കുന്ന കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക്? അങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ട്. ഓരോ അവസരം വരുമ്പോഴും മാതാപിതാക്കളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ അറിയാതെ അച്ഛനും അമ്മയും ചവിട്ടിയും തൊഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുതിർന്നവരായി കഴിയുമ്പോഴും വാക്കുകൾ കൊണ്ട് ചവിട്ടുകയും തൊഴിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന മക്കള് പ്രായപൂർത്തിയായാലും അത് തുടരുന്നവരെ നമുക്ക് കാണാം. പക്ഷെ അപ്പോഴും ഒരച്ഛൻ്റെ അമ്മയുടെ മാതൃഹൃദയം അവർക്ക് വേണ്ടി അപ്പോഴും ശുഭം ചിന്തിക്കുന്നതാണ്. കാരണം എൻ്റെ മക്കളാണ് എന്നുള്ള ആ ശുഭചിന്തനത്താൽ അവരവരുടെ എഫർട്ടും ചെയ്തുകൊണ്ടിരിക്കും. ഈ കുട്ടികള് എത്ര തന്നെ ആക്ഷേപിക്കുകയോ നിന്ദിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്താലും അവരവർ ചെയ്യാനുള്ള ശ്രേഷ്ഠകർമ്മം ചെയ്തുകൊണ്ട് പോകും. അതേപോലെ നമ്മളും സമൂഹത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, വീടിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഏതൊരു മംഗള കാര്യത്തിൽ ഇറങ്ങുമ്പോഴും നമ്മൾ വിചാരിക്കേണ്ട നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മളെ നല്ലത് പറയുമെന്ന്. ചിലപ്പോ ഒരു നല്ലതും കേൾക്കില്ല, കൂടുതലും കുറ്റപ്പെടുത്തലുകളായിരിക്കും ഉണ്ടാക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ 1, 2 പേര് നല്ലത് പറയും, പക്ഷെ കൂടുതൽ പേര് നമ്മളെ എതിർക്കാനും അല്ലെങ്കിൽ ആക്ഷേപിക്കാനും നിന്ദിക്കാനും ഉണ്ടാക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, എത്ര എതിർപ്പുകൾ ഉണ്ടാകുന്നു, നിന്ദകൾ ഉണ്ടാകുന്നു, ആ നിന്ദകളും എതിർപ്പുകളും എല്ലാം നമ്മുടെ നന്മ ചെയ്യാനുള്ള ജീവിതമാകുന്ന വൃക്ഷത്തിനുള്ള വളമായി മാറും. കൂടുതൽ കൂടുതൽ നന്മകൾ നമ്മളിൽ നിന്ന് വരാൻ അതിനെ വളമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷത്തിൽ നിന്ന് കൂടുതൽ നല്ലതിൻ്റെ വിത്തുകൾ വിതച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കാരണം നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്തെടുക്കുക. അപ്പൊ നമ്മൾ നല്ലത് വിതച്ചുകൊണ്ട് പോവുക. അതിന്റെ പേരിൽ ആര് കുറ്റപ്പെടുത്തിയാലും ആ കുറ്റപ്പെടുത്തൽ കാരണം നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടാകരുത്, അതിന്റെ ബാധിപ്പ് നമുക്ക് ഉണ്ടാകരുത്. ആര് കുറ്റപ്പെടുത്തുന്നു, ആക്ഷേപിക്കുന്നു അവരെ പ്രതിയും ശുഭം ചിന്തിക്കാനുള്ള ഒരു കരുത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും ബോധ്യപ്പെടും. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അവർക്ക് ബോധ്യപ്പെടുക. പക്ഷെ അവർക്ക് ബോധ്യപ്പെട്ടില്ല എന്നതിന്റെ പേരില്, അല്ലെങ്കിൽ അവര് കുറ്റപ്പെടുത്തുന്നു എന്നതിന്റെ പേരില് നമുക്ക് ശ്രേഷ്ഠ കർമ്മങ്ങളുടെ വിത്ത് പാകാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഇന്നുകളെ നമ്മൾ പാഴാക്കി കളയരുത്. എത്ര കല്ലുകൾ നമുക്ക് നേരെ എറിയുന്നു, ആ കല്ലുകൾ ഉപയോഗിച്ച് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഉറപ്പിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിവാരം ഉറപ്പിക്കാൻ ഓരോ കല്ലും ഫൗണ്ടേഷൻ സ്റ്റോണായി മാറും. അതിൽ ആ കല്ലുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് നമുക്ക് മുകളിലേക്ക് കൂടുതൽ സശക്തരായി മാറാനുള്ള അവസരങ്ങളായി നമ്മൾ എടുക്കുകയാണെങ്കിൽ, പൊതുവെ ലോകത്തിൽ പറയില്ലേ, വെല്ലുവിളികളെല്ലാം അവസരങ്ങളായി മാറും. അതിനെ അവസരങ്ങളായി മാറ്റുകയാണെങ്കിൽ മാത്രം. അതേപോലെ നമുക്ക് ഈ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളെയും നിന്ദകളെയും നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷത്തിനെ വളർത്താനുള്ള വളമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ എത്ര ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നു, ആ അവസരങ്ങളെ സദുപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.